ഹേയ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോവാണ്. വീട്ടിലെ ഫ്രിഡ്ജ് അടിച്ച് പോയി കണ്ടിട്ട് കുറേ ദിവസമായി എന്നറിയാം ഗൈസ്. അറൗണ്ട് ഒരു 11 ദിവസം ഞാൻ വീട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, തിരക്കായിരുന്നു ഗൈസ്. പഠിത്തം ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്നു. ഇതാണ് ഗൈസ് ഫ്രിഡ്ജ് വാങ്ങാൻ പോയതായിരുന്നു. ഫ്രിഡ്ജ് അടിച്ച് പോയി 2 ദിവസം ശരിയാക്കി, പക്ഷേ ശരിയായില്ല. സോ ഒരു ഫ്രിഡ്ജ് വാങ്ങി. ഇപ്പോൾ ഇതാണ് ഫ്രിഡ്ജ്. എൻ്റെ പൊക്കമുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഐ തിങ്ക് കുറേ വർഷത്തിന് ശേഷം മീൻസ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കണത്. അതും ചേട്ടനും ചേച്ചിയൊക്കെ വന്ന് ഇങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിരുന്നു സർപ്രൈസ് ആയിട്ട്. 2-3 ദിവസം മുമ്പേ ആയിരുന്നു. പക്ഷേ ആ സൺഡേ എല്ലാവരും വന്ന് കേക്കൊക്കെ മുറിച്ച് നല്ലൊരു കിളി ദിവസമായിരുന്നു. സത്യം പറഞ്ഞാൽ സന്തോഷം മൊത്തം ഫുഡ് അടിയായിരുന്നു. കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇന്ന ദിവസം മൊത്തം ഫുഡ് അടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോലി കളിക്കാൻ പോയി. ഗോലി നിങ്ങൾക്ക് അറിയാമെന്ന് കണ്ട ഇവിടെയൊക്കെ ഗോലി കളി എന്നൊക്കെ പറയും, കച്ചി കളി എന്നൊക്കെ പറയും. കുറേ നേരം അതൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. നല്ല ഫണ്ണായിരുന്നു, കുറേ നേരം കളിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ എല്ലാ ഫുഡും സന്തോഷം മൊത്തം ഫുഡ് അടിയായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടിച്ചത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവാണ്. എന്തൊക്കെ കഴിഞ്ഞാലും എല്ലാ പ്രോഗ്രാം കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പം ഒരു വിഷമമാണ്. എന്നൊക്കെ ഹാപ്പി ഉണ്ടായാലും ഒന്ന് പോകുമ്പോൾ ഒരു വിഷമമാണ്. നെക്സ്റ്റ് വീക്ക് വീണ്ടും മീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും പോയി അവരുടെ വീട്ടിൽ. പിന്നെ കുറേ സാഡ് സോങ് കേട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ പപ്പയുടെ വീട്ടിൽ പോയി ഗൈസ്. കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഹൃദുവിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.